കഴിഞ്ഞ കുറച്ചു നാളുകളായി തമിഴ് സിനിമകൾക്ക് കാര്യമായിട്ടൊന്നും ബോക്സ് ഓഫീസിൽ സംഭാവന നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പടങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ തമിഴ് സിനിമ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് മക്കൾ സെൽവൻ വിജയ് സേതുപതി തന്റെ 50ാമത് ചിത്രവുമായി വരുന്നത്. പറഞ്ഞു വരുന്നത് നിതിലൻ സ്വാമിനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച മഹാരാജ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രത്തിന്റെ തിരക്കഥയാണ് ആദ്യത്തെ പോസിറ്റീവ്. നല്ല കെട്ടുറപ്പിൽ പണിത തിരക്കഥയാണ് എന്ന് ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ ഒപ്പം വിജയ് സേതുപതി കൂടെ വന്നപ്പോൾ അത് പൂർത്തിയായി. ഗംഭീര പ്രകടനമാണ് വിജയ് സേതുപതിയുടെ ഭാഗത്തു നിന്നും കിട്ടിയത്. കിട്ടിയ കഥാപാത്രത്തിന്റെ ഇമോഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് അനുരാഗ് കശ്യപാണ്. അദ്ദേഹവും അത് നല്ല രീതിക്ക് തന്നെ ചെയ്തു. എന്നാൽ തുടക്കത്തിൽ ലിപ് സിങ്കിങ് ചെറിയ പ്രശ്നമുള്ളതായി തോന്നി. ചിത്രത്തിൽ ഇവരെ കൂടാതെ മമത, അഭിരാമി, ദിവ്യ ഭാരതി എന്നിവരും ഉണ്ട്. നോൺ ലീനിയർ ആയിട്ടാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നല്ല വൃത്തിക്ക് തന്നെ അതെടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ കഥയ്ക്കൊപ്പം സഞ്ചരിക്കാം. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആണ് മെയിൻ. ഒരുപക്ഷെ റെഫറൻസിനായി എടുത്ത പടം ഏതായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണുമ്പോൾ വ്യക്തമാകും. കാരണം വേൾഡ് റാങ്കിങ്ങിൽ തന്നെ മുൻപന്തിയിലുള്ള ഈ കൊറിയൻ ചിത്രം കാണാത്ത സിനിമാ പ്രേമികൾ കുറവായിരിക്കും. അജ്നേഷ് ലോകനാഥനാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച ആ ഒരു സംഗീതം എത്രത്തോളം പടവുമായിട്ട് അലിഞ്ഞു ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലൈമാക്സ് അത്രയും നമ്മളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് സംഗീതത്തിന് തന്നെയാണ്. ദിനേശ് പുരുഷോത്തമനാണ് ഛായാഗ്രഹണം. അദ്ദേഹവും അത് നന്നായിട്ട് തന്നെ ചെയ്തു. ഒരു മാസ് ആക്ഷൻ ചിത്രം പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ സിനിമയെ സമീപിക്കരുത്. ചിലപ്പോൾ നിരാശ സമ്മാനിച്ചേക്കാം. എന്നാൽ സിനിമയിൽ വയലൻസിൽ ഒരു കുറവുമില്ല. കാരണം കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വീണ് കിടക്കുന്ന തമിഴ് സിനിമയെ രക്ഷിക്കാൻ മക്കൾ സെൽവന് സാധിക്കട്ടെ.